ശ്രീ പി ജയരാജൻ, ഈ BJP വിരുദ്ധ കൂട്ടായ്മയിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രധാന മുഖമായി നിൽക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ന് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം BJPക്കെതിരെ സത്യസന്ധവും എല്ലുറപ്പുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ നോക്കുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. മുംബൈ വിമാനത്താവളം അദാനിക്ക് കൈവിട്ടു കൊടുത്തതിന് പിന്നിൽ എങ്ങനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നിരന്തരം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മോദിക്കെതിരെയും മോദി സർക്കാരിനെതിരെയും അദാനി മോദി ബന്ധത്തെക്കുറിച്ചുമൊക്കെ വാചാലനായിട്ടുണ്ട്. ഇതൊക്കെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ തന്നെയല്ലേ? ഇന്ത്യ കൂട്ടായ്മ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ BJP തന്നെ അദ്ദേഹത്തെ പരിഹാസരൂപേണ പ്രയോഗിച്ച വാക്കുകൾ ആവർത്തിക്കുകയും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്ക് ആത്മാർത്ഥതയില്ല എന്നും പറയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആത്മാവിനെ തന്നെ ചോർത്തിക്കളയുന്ന ഒരു നിലപാടല്ലേ കേരളത്തിൽ CPM കൈക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇന്ത്യ എന്ന കൂട്ടായ്മയിൽ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള വ്യതിരിക്തമായിട്ടുള്ള നിലപാടുണ്ട്. ആ വ്യതിരിക്തമായിട്ടുള്ള നിലപാട് രാജ്യത്തിലെ ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രചരണങ്ങളുമാണ്. അത് കോൺഗ്രസ് മുഖവിലക്കെടുത്തിട്ടില്ല. ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും കൂട്ടായ്മകൾ രൂപപ്പെടണം, ബഹുജന റാലികൾ നടത്തണം. കോൺഗ്രസ് അത് ഗൗരവത്തിലെടുത്തിട്ടില്ലല്ലോ. അവർ കർണാടകത്തിലെ കോൺഗ്രസ് വിജയത്തെ തുറന്ന് അവർക്കൊരു തെറ്റായ തോന്നൽ വന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ BJPയെ തോൽപ്പിക്കാനാവും, എതിരിടാനാവും. എന്നിട്ട് താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമാണിത്. കേരളത്തിലെ വോട്ടർമാരെ മോദിക്ക് പകരം അവിടെ ആ കസേരയിൽ രാഹുൽ കയറിയിരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പണ്ടത്തെ തറവാട്ടുകാരായിട്ടുള്ള ആളുകളുടെ മനോഭാവം പോലെ ആ ശക്തിയൊക്കെ ഇന്ന് കോൺഗ്രസ്സിനുണ്ടോ? കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ രാജ്യത്ത് BJP വിരുദ്ധ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ രാജ്യത്തിലെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ BJP ആണ് മുഖ്യമായിട്ടുള്ള എതിരാളി, BJPയുടെ ഭരണത്തെ ഒഴിവാക്കണം, അതുകൊണ്ട് ഇന്ത്യ കൂട്ടായ്മയായിട്ട് സഹകരിക്കുന്നു. അതേസമയം കോൺഗ്രസുമായിട്ടുള്ള ഭിന്നതകളുണ്ട്. ആ ഭിന്നതകളാണ് ഞങ്ങളിവിടെ പറയുന്നത്. ആ ഘട്ടത്തിൽ കേരളത്തിൽ വന്നിട്ട് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ മുഖമായിട്ടുള്ള ഗോപികൃഷ്ണൻ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ പല നിലക്കും പരിഗണിക്കാവുന്ന ഒരു ദേശീയ നേതാവ് കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ഇന്ത്യ കൂട്ടായ്മയിലെ ഒരു പ്രധാനപ്പെട്ട ഭരണം നടക്കുന്ന ഈ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ജയിലിൽ അടക്കുന്നില്ല എന്ന ചോദ്യം ആരോടാ ചോദിക്കുന്നത്? BJPയോടാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്, മോദി സർക്കാരിനോടാണ്. ഇവിടെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പറച്ചലും പ്രവർത്തനവും തമ്മിലുള്ള പൊരുത്തക്കേട്. ആ പൊരുത്തക്കേടാണ് പിണറായി തൻ്റെ പ്രസംഗങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ കോഴിക്കോട് പ്രസംഗത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. അത് ഗോപികൃഷ്ണൻ ശരിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നൗഷാദ് അലിയോട് കൃത്യമായിട്ടുള്ള ചോദ്യം ആവർത്തിച്ച് ഗോപികൃഷ്ണൻ ചോദിച്ചത്. അതിന് മറുപടി പറയുന്നില്ലല്ലോ. ഇവിടെ നൗഷാദ് അലി പറയുന്നത് ബിരിയാണിയോടൊപ്പം അച്ചാറുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിക്കുന്നത് എന്നതാണ്. ഇവിടെ ബിരിയാണിക്കൊപ്പം സലാഡും അച്ചാറും എല്ലാം പ്രശ്നം തന്നെയാണ്. കോൺഗ്രസ് ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. BJP അതിൻ്റെ പ്രകടന പത്രം പുറത്തിറക്കി കഴിഞ്ഞു. ഇടതുപക്ഷ പാർട്ടികൾ അതിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കി കഴിഞ്ഞു. BJP എന്താ പറഞ്ഞത്? പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും, പൗരത്വ രജിസ്റ്റർ തുടർന്ന് ഞങ്ങൾ നടപ്പാക്കും എന്ന് അമിത്ഷാ. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് 2000-ത്തിലധികം മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിട്ടുള്ളത്. അതിനുവേണ്ടി കരിനിയമങ്ങൾ ഉണ്ടാക്കി. ആ കരിനിയമങ്ങൾ ഞങ്ങൾ കർശനമായിട്ട് നടപ്പാക്കും. ഇവിടെ അതിനോട് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? ഇടതുപക്ഷം പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും, അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരാണ്, ഇത്തരം കരിനിയമങ്ങൾ റദ്ദാക്കും. ഇടതുപക്ഷം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു. അപ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന നാനാവിധ പ്രശ്നങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൃഢമായിട്ടുള്ള നിലപാടുണ്ടാവണം. ആ നിലപാട് കോൺഗ്രസിനില്ല. ഇവിടെ ഒരു കാര്യം ഇടതുപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. RSS രൂപീകരണത്തിൻ്റെ 100ാം വാർഷികമാവുമ്പോഴേക്ക് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം.
അതിന് ഓരോ പടവും കയറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള BJPക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള നിലപാട്, അസന്നിഗ്ധമായിട്ടുള്ള നിലപാട് കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യമാണ് ഈ വോട്ടർമാർക്ക് മുമ്പിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്നത്. ആ ചോദ്യമാണ് സഖാവ് പിണറായി പറഞ്ഞത്. അപ്പോൾ എന്താ രാഹുൽ ഗാന്ധിയുടെ മറുപടി? കോൺഗ്രസിൻ്റെ മറുപടി എന്താണ്? ഞങ്ങൾ ആസാമിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാ. ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ, വോട്ടർമാർക്ക് മുമ്പിൽ ഒരു മാനിഫെസ്റ്റോ വെക്കുന്ന അവസരത്തിൽ ഈ രാജ്യത്ത് മുഖ്യമായിട്ടൊരു വിഷയമാണല്ലോ, മതരാഷ്ട്രത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സംഘപരിവാർ പരിശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ അടിസ്ഥാനം പൗരത്വമാണല്ലോ. ആ പൗരത്വത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നു. പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ അങ്ങേയറ്റത്തെ ആശങ്കയിലാണ്. സഖാവ് പിണറായി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ തീത്തുന്ന് കഴിയുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രതീക്ഷയുണ്ടാവേണ്ട കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അതെല്ലാം ഒഴിവാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ അച്ചാറ് പോലെയുള്ള ഒരു കാര്യം മാത്രമല്ല. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്ന അവസരത്തിൽ പച്ചക്കൊടി കൂടെ കൂട്ടാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ കൊടി പോലും ഉപേക്ഷിച്ചില്ല അവിടെ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം പച്ചക്കൊടിയുള്ളൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ കൊടിയെടുത്ത് ഞങ്ങൾ പോകുന്നു. എന്താ കോൺഗ്രസിന് പോകാൻ പറ്റാത്തത്? അപ്പോൾ അവസരവാദപരമായിട്ടുള്ള നിലപാട്, അതുപോലെ തന്നെ ദൃഢമായി എടുക്കേണ്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടില്ലായ്മ, അതല്ലേ ഇവിടെ കാണുന്നത്. ഇവിടെ നൗഷാദ് അലി പറഞ്ഞു ഇവിടെ സംഘപരിവാരവുമായിട്ട് CPM-ന് ബന്ധമുണ്ടെന്ന്. ഞാൻ ആ KG മാരാരുടെ ജീവചരിത്രം, KG മാരാരുടെ പേര് ഇവിടെ പറഞ്ഞല്ലോ, KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ അതൊരു അധ്യായത്തിൻ്റെ പേരെന്താണെന്നറിയോ? പാഴായ പരീക്ഷണം. എന്തായിരുന്നു പരീക്ഷണം നൗഷാദ് അലി? എന്താണ് ആ പരീക്ഷണം? ജോർജ് കുര്യൻ, നിങ്ങൾ പറയൂ. KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും ലീഗും BJP-യും ഈ കേരളത്തിലെ നിയമസഭയിൽ സീറ്റ് നേടാൻ വേണ്ടി നടത്തിയിട്ടുള്ള രഹസ്യ കച്ചവടം CPM-നെ സംബന്ധിച്ചോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ ഞങ്ങൾക്ക് കൃത്യമായി നെഞ്ഞത്ത് കൈവച്ചു പറയാൻ കഴിയും. പഴയ RSSൻ്റെ ജനസംഘവുമായിട്ടോ RSS പിന്നീട് രൂപീകരിച്ച BJP-യുമായിട്ടോ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കാത്ത പ്രസ്ഥാനമാണ് CPIM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലും ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആ ബോണ്ട് വഴി പണം സമാഹരിക്കില്ല, കോർപ്പറേറ്റുകളുടെ പണം ഞങ്ങൾക്ക് വേണ്ട. അതേസമയം എന്താ ഈ നൗഷാദ് അലിയുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് ഇപ്പം പ്രസംഗിക്കുന്നുണ്ട്. എന്തേ നിങ്ങൾ വാങ്ങിക്കില്ല എന്ന് തീരുമാനിക്കാതിരുന്നത്? BJP-യും കോൺഗ്രസും ഒരേപോലെ ഇലക്ട്രൽ ബോണ്ട് നിയമത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. കോർപ്പറേറ്റുകളുടെ പണം, ആ പണം നക്കി തിന്നിട്ട് ഈ രാജ്യത്ത് ജനാധിപത്യത്തെ പറ്റി പ്രസംഗിക്കുക. വോട്ടർമാർക്ക് പണം തിരഞ്ഞെടുക്കപ്പെട്ടാലോ MLA-മാരെയും MP-മാരെയും ചാക്കിലാക്കാൻ വേണ്ടി, കൂറുമാറ്റം നടത്താൻ വേണ്ടി 100 കോടിയോളം ഉറുപ്പിക ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു ദുസ്ഥിതി ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു. എവിടുന്നാണ് BJP-ക്ക് പണം? അത് കോർപ്പറേറ്റുകളുടെ പണമാണ്. അപ്പോൾ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ ദുസ്ഥിതി ഉണ്ടായപ്പോൾ, അത്തരമൊരു നിയമം ഈ രാജ്യത്ത് വന്നപ്പോൾ കോൺഗ്രസിന് എതിർക്കാൻ തോന്നാതെ എന്തുകൊണ്ടാണ്? അവിടെയാണ് നിലപാടില്ലാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. അവിടെയാണ് ഓരോ കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഇടതുപക്ഷം വോട്ടർമാരുടെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷത്തെയാണ് ഒന്നാം സ്ഥാനം നൽകി പരിഗണിക്കേണ്ടത്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് കൃത്യമായിട്ടുള്ള നിലപാടാണ്. ആ നിലപാട് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ അംഗീകരിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും നോക്കിക്കഴിഞ്ഞാൽ ഇരു മുന്നണികളിലേക്കുമായി കേന്ദ്രീകരിക്കപ്പെടുന്ന രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണ BJP-ക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശബരിമല പോലെയുള്ള വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം. അവിടെ പോലും BJP-ക്ക് കേരളത്തിൽ പാർലമെന്റിലേക്ക് ഒരു അംഗത്തെ അയക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. നിലവിലെ സാഹചര്യത്തിലും ഈ രണ്ട് മുന്നണികളിലും കേന്ദ്രീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും കറങ്ങുന്നു എന്നതല്ലേ യഥാർത്ഥത്തിൽ BJP വിരുദ്ധ നിലപാടുകൾ അളവുകോലായി വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന സന്ദേശം നൽകുന്നതിലൂടെ സംഭവിക്കുന്നത്? BJP ഈ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല ഗോപികൃഷ്ണ, അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ നിന്ന് NDA-യുടെ MP ഉണ്ടായിട്ടുണ്ട് 2004 ഉണ്ട്. അതുപോലെ തന്നെ MLA ഉണ്ടായിട്ടുണ്ട് 2016. അപ്പോൾ ഈ കേരളത്തിൽ NDA-യോ BJP-യോ ജനങ്ങൾ ജയിപ്പിക്കാതിരുന്നിട്ടില്ല.
ബംഗാളിൽ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ഓപ്പണിംഗ് നടത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് 15 വർഷത്തിന് ശേഷമാണ്. അന്ന് എന്തെല്ലാം ആക്ഷേപമായിരുന്നു. അതുപോലെയാണ് എല്ലാ സ്ഥലത്തും BJP വളർന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് മുന്നണി ഉള്ളിടത്ത്. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനെ കഴിഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് ഞങ്ങൾ പറയുന്ന രീതിയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇടത് മുന്നണി അവർ രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചിരുന്നില്ല, അവർ UPA അംഗീകരിച്ചിരുന്നില്ല. അവരുടേതായിട്ടുള്ള മൂന്നാം മുന്നണി ഉണ്ടാക്കും, അത് പ്രാദേശിക കക്ഷികളെ വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള പ്രധാനമന്ത്രി ഉണ്ടാക്കും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളിനി അടുത്ത ഇലക്ഷനിൽ അധികം താമസിക്കാതെ നിങ്ങൾ ഒരു മുന്നണിയായിട്ട് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരും. അതേ രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2004 ലോക്സഭാ ഇലക്ഷനിൽ NDAക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് MP ഉണ്ടായിട്ടുണ്ട് ഉള്ളതുപോലെ 2016 നിയമസഭാ ഇലക്ഷനിൽ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും. എന്താ സംശയിക്കുന്നത്? ഉദാഹരണമുണ്ടല്ലോ, BJP ജയിച്ച പാരമ്പര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയല്ലേ. ഇവര് അഖിലേന്ത്യാ തലത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു, ഇവിടെ വന്നിട്ട് ചക്കളത്തി പോരാട്ടമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണ് എങ്കിൽ ഈ രാഹുൽ ഗാന്ധി പറയണ്ടേ, ഇത്രയും മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ളയാളെ, അങ്ങനെയുള്ള ഒരു പാർട്ടിയെ, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലല്ലാതെ ഇറങ്ങൂല്ലല്ലോ, അവരെ ഞങ്ങൾ ഈ ഇന്ത്യ അലയൻസിൽ നിന്ന് ഞങ്ങൾ മാറ്റും. ഇന്ത്യ അലയൻസ് ഞങ്ങൾക്ക് വേണ്ട, ഈ പിണറായി വിജയനെ പോലെയുള്ള ആൾ വേണ്ട, മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ആൾ വേണ്ട എന്ന് അവർ പറയണ്ടേ. അപ്പോൾ അത് ജയരാജൻ പറയുന്നത് ഭിന്നതയാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഭിന്നതയുള്ള ഒരു മുന്നണിക്ക് എങ്ങനെ രാജ്യം ഭരിക്കാൻ സാധിക്കും? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജയരാജൻ പറഞ്ഞു, പച്ചക്കൊടി. അതാണ് പ്രശ്നം കേരളത്തിൽ. ഈ CAA ഒക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം, CAA ആരുടെയും ഈ പൗരത്വം നിഷേധിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇവിടുത്തെ സർവ്വജനങ്ങൾക്കും അറിയാം, എല്ലാ ജാതിയിലും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അറിയാം. ചിലർക്ക് 3 രാജ്യങ്ങളിൽ നിന്നുള്ള ചിലർക്ക് ആ ന്യൂനപക്ഷങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നു. അതേസമയം ശ്രീലങ്കയിൽ നിന്നും മ്യാൻമാറിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് പോലും കൊടുക്കുന്നില്ല. അവർക്കും പഴയ നിയമമാണ്. അപ്പൊ അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഈ ഡെമോഗ്രഫിയിലുണ്ടായ മാറ്റം, ജനസംഖ്യയിലുണ്ടായ മാറ്റം, അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അച്യുതാനന്ദൻ 2010 പറഞ്ഞതുപോലെ ചില മതരാഷ്ട്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. അതിവിടുത്തെ സമൂഹത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഡിവിഷൻ ഉണ്ടാക്കുന്നു, ഈ രാജ്യത്തിന് ദൂഷ്യമായിട്ട് വരുന്നു. അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ബംഗാളിലെ പോലെ, അതുപോലെ തന്നെ ത്രിപുരയിലെ പോലെ, അതാണല്ലോ രണ്ടും പറയേണ്ടത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. അവിടുത്തെ പോലെ ഈ കേരളത്തിലും BJPക്കെതിരായിട്ട് ഇവർ ഒരുമിച്ച് മത്സരിക്കുന്ന അടുത്ത ഇലക്ഷനിൽ ഉണ്ടാകും. വേറൊന്ന് പറയട്ടെ, ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ് കൊടുത്തത് PCC പ്രസിഡന്റ് അല്ലേ ഡൽഹിയിലെ ചൗധരി അനിൽകുമാർ. അജയ് മാക്കിനെ എല്ലാ ദിവസവും ചോദിക്കില്ലായിരുന്നോ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന്? അതുപോലെയല്ലേ ഇപ്പൊ ചോദിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി? അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞതുപോലെ സമരം ചെയ്യുക മാത്രമല്ല, രാഹുൽജി ഡൽഹിയിൽ പോവും, ഡൽഹിയിലല്ല ലണ്ടനിൽ പോവും. ലണ്ടനിലെ അവിടെ പോയിരുന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കും, ഇതാ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ജനാധിപത്യം ആകെ അപകടത്തിലാണ്. ഈ കക്ഷികൾ തന്നെയാണ് കേസ് കൊടുത്തിട്ട്, അവരുടെ കേസ് കൊടുത്തത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അതിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പറയുന്നത്. എന്തൊരു കാപട്യമാണ്! ഈ പാർട്ടിക്ക് എങ്ങനെ ഇന്ത്യ ഭരിക്കാൻ സാധിക്കും? ഇത്രമാത്രം കള്ളത്തരം പറയുന്ന, ജനങ്ങളെ കബളിപ്പിക്കുന്ന, അതുപോലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ആ രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള ഒരാൾക്ക് എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും? അതല്ലേ ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുന്നത്. ശരി, അതാണ് ഞങ്ങൾ വെക്കുന്ന കാര്യം. ഞാനിതാ ഒരു ഇടവേള എടുക്കുന്നുണ്ട്. പാർട്ടിക്ക് അവരുടെ അംഗീകാരം